ഗൈസ് അങ്ങനെ നമ്മുടെ SKPക്ക് ഞാൻ അവൻ്റെ റിയൽമി കൊടുത്തിരിക്കുകയാണ് ടു ഷൂട്ട് ആൻഡ് വെൽക്കം ടു അൽ ഷസാം. വെൽക്കം 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 വെൽക്കം. നമ്മൾ രണ്ടുപേരും മാത്രം ഉണ്ട് കേട്ടോ, ഇല്ലേ? യെസ്, ഇന്ന് ഫുഡിയായ ഫുഡീസ്. ഇന്ന് ശരിക്കും ഫുഡി പരിപാടിയാണ്. ഒന്ന് നമ്മൾ ഭയങ്കരമായി വൈറൽ, ഇപ്പം ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാൽ തന്നെ ഞങ്ങളുടെ കൺമുന്നിൽ വരുന്ന ചീസ് കേക്ക്, കറക്റ്റ്, അതൊന്ന്. രണ്ട്, പിന്നെ പുള്ളി പറഞ്ഞൊരു ഇപ്പം ഈയിടെ ഈ 2025 വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് 50 ബർഗേഴ്സിന്റെ ലിസ്റ്റില് ഞങ്ങളുടെ ദുബായിയുടെ ഒരു ബർഗർ. അയ്യോ, ഞാൻ മറ്റേ ജ്യൂസിന്റെ കേസാണ് ഞാൻ ഉദ്ദേശിച്ചത് ആദ്യം. ഓ, അത് വേറെയുണ്ട്, അത് ഫിലിപ്പീനോ, രണ്ടും ഫിലിപ്പീനോ ആണ്. ഫിലിപ്പീനോ, അതെന്തൊരു ഡ്രിങ്ക് പോലത്തെ ഒരു സാധനം. ഹലോ 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 ഹലോ, നമ്മുടെ ഫിലിപ്പീനോ ഡ്രിങ്ക് ഉണ്ട്. ഡ്രിങ്ക് ഊബേ ഊബേ എന്നൊക്കെ അവര് ഊബേ എന്ന് വെച്ചാൽ ആ ഒരു ഇതില്ലേ, വെജിറ്റബിൾ ഊബേ 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 എന്ന് വെച്ചാൽ നമ്മുടെ എന്താണ് അതിന് എനിക്ക് അറിഞ്ഞൂടാ, ബ്രിഞ്ചോളൊക്കെ പോലത്തെ ഒരു സാധനമാണ് അവരുടെ ഒരു ഊബേ എന്ന് പറഞ്ഞ ഒരു. അല്ല, പക്ഷെ ഈ ഇതിന്റെ ഐസ്ക്രീം ഒക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട്, ഇതിന്റെ ഡ്രിങ്ക് ഞാൻ കുടിച്ചിട്ടുണ്ട്, നല്ല രസമാണ്. ഇറ്റ്സ് മോർ ലൈക്ക് എ ടാപ്പിയോക്ക, കിഴങ്ങ, ഒരു കിഴങ്ങ് പോലത്തെ സാധനമാണ്. ഓക്കേ, ലെറ്റ്സ് ട്രൈ ദാറ്റ്. അപ്പൊ ഇന്ന് അതും, പിന്നെ വേൾഡിലെ ബെസ്റ്റ് 50 ബർഗേഴ്സ് ലിസ്റ്റില് ഞങ്ങളുടെ UAE ഒരു ബർഗർ ഉണ്ട്. 20th അല്ലേ? 18th ലിസ്റ്റിൽ ആകെ ദുബായ് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം സ്പെയിൻ, ഇറ്റലി, ഫ്രാൻസ്, അവിടെ UK ഉണ്ട്. പക്ഷെ ദുബായില് അപ്പൊ വേൾഡ്സ് ബെസ്റ്റ് അങ്ങനെ ഒരു സാധനം വരുമ്പോ നമ്മൾ കഴിക്കണമല്ലോ, കഴിക്കണം. സോ ലെറ്റ്സ് ഗോ ഈറ്റ്. അപ്പൊ ഗൈസ്, നമ്മൾ ഒരു സ്ഥലത്തല്ല 2 ബർഗർ കഴിക്കാൻ പോകുന്നുണ്ട് അല്ലേ? അതാണ് എന്റെ അഭിപ്രായം. ലൈക്ക് നമ്മൾ ഒരെണ്ണം വാങ്ങിച്ച ഷെയർ അല്ലേ? അതെ, വാഗ്യു അവിടെ നിന്ന് മേടിക്കുക, അത് ടേസ്റ്റ് ചെയ്യുക, നേരെ ഇപ്പുറം വന്നിട്ട് എനിക്ക് കുറച്ചും കൂടിയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി. അതായത് സുബിൻ ദുബായില് ഒരു അത്യാവശ്യം നൈസ് എന്ന് പറയുന്ന സാധനം ഇതാണ്, ഈ പറഞ്ഞ നമ്മളെ രണ്ടാമത് പോണ സ്ഥലം. അല്ല, അങ്ങനെയല്ല, ഫുഡ് ഫയർ ഞാൻ ഇതുവരെ ഞാൻ കഴിച്ചിട്ടില്ല. ഫുഡ് ഫയർ പുള്ളി കഴിച്ചിട്ടേ ഇല്ല. അത് വാഗ്യു ബർഗർ ആണ്, ഇതും വാഗ്യു ബർഗർ ആണ്. ഇതും വാഗ്യു ബർഗർ. അപ്പൊ വാഗ്യു ആകുമ്പോ തന്നെ അത്യാവശ്യം നമുക്ക് മനസ്സിലാവും മീറ്റിന്റെ ഒരു ക്വാളിറ്റി എന്തായിരിക്കും. ഫാറ്റ് അളവ് കൂടുതലായതുകൊണ്ട് വലിറ്റിന്റെ മൗത്തായിരിക്കും. പക്ഷേ ടേസ്റ്റ് അവരെന്തെങ്കിലും ഇനി സോസോ കോപ്പോ എന്തെങ്കിലും ഇടുമെന്നുള്ളതാണ്. ഐ തിങ്ക് ഇവിടുത്തെ വാഗ്യു ഗ്രേഡിങ് കുറച്ചുകൂടി ടോപ്പ് ആയിരിക്കണം, ബിക്കോസ് ഇതൊരു ഫൈൻ ഡൈൻ റെസ്റ്റോറന്റ്. അതുപോലെ കത്തിയാണ് ഗൈസ്, ഇത് ചീപ്പല്ല, ഒരു പൈസ പൊട്ടുന്ന പരിപാടിയാണ്. 10-100 ദർഹമൊക്കെ ആവും അല്ലേ? 100 ദിർഹംസ് ആണ് ഒരു ബർഗർ. അപ്പൊ തന്നെ നിങ്ങൾ ആലോചിക്കുക, 3 ദർഹം 2000 രൂപ ബർഗർ. 2500 രൂപന്റെ അടുത്താവും. 2500 രൂപ ബർഗറാണ് നമ്മൾ കഴിക്കാൻ പോണ ഗൈസ്. അപ്പൊ നമ്മൾ ആദ്യം അവിടെ നിന്ന് കഴിച്ചിട്ട് പിന്നെ സുബിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള വാഗ്യു ബർഗർ നമ്മൾ കഴിക്കുന്നതായിരിക്കും. സോ ദാറ്റ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ 40 ദിർഹംസ് ബർഗർ ആൻഡ് എ 100 ദിർഹംസ് ബർഗർ. So let's go. നമ്മൾ ജുമേറ അല്ലേ? ഇത് ജുമേറ അല്ലേ? ഇത് ഇപ്പൊ 2 ഡിസംബർ സ്ട്രീറ്റ് എത്തി. യെസ്, 2 ഡിസംബർ സ്ട്രീറ്റ് വഴി നമ്മൾ ഇങ്ങനെ പെടച്ച് പോവുകയാണ്. അതിനുശേഷം നമ്മൾ മറ്റേ ചീസ് കേക്കും കുറച്ച് കാമാണ്ടേ ശരീരം സത്വയിലേക്ക് പോകും. ഓക്കെ, അപ്പൊ നമ്മൾ നേരെ ജുമേറയിലോട്ടാണ് പോകുന്നത്. ഐ തിങ്ക് ദിസ് ഇസ് നിയർ സിറ്റി വാക്ക്. അല്ല ഗൈസ്, ഇനി പോവാനുള്ള മാപ്പ് കാണിച്ചില്ല. നമ്മൾ ഇങ്ങനെ പോയി അങ്ങനെ കട്ട് ചെയ്താണ്ട് ഇവിടെ എത്തും. ഇതെവിടെയത്? ഇവിടെയാണ് സാധനം, near to the beach. Yes, I think it's a fine dine restaurant, so വ്യൂ ഒക്കെ കാണുമായിരിക്കും, നല്ലൊരു വ്യൂ ഉണ്ടാവും എന്നാണ് എൻ്റെ പ്രതീക്ഷ. നോക്കാം കേട്ടോ, കടലിൻ്റെ അടുത്ത് എന്തെങ്കിലുമാണ്. ഐ ആം വെയിറ്റിംഗ്. ഇങ്ങനത്തെ അവിടെ നല്ല സ്റ്റേക്കും ഉണ്ട്. അത് ബർഗർ മാത്രം കഴിക്കുന്നുള്ളൂ, ബർഗർ മാത്രം. സ്റ്റേക്കിന്റെ ക്ഷീണം കഴിഞ്ഞിട്ടില്ല. അയ്യോ, ബർഗർ മാത്രമേ കഴിക്കുന്നുള്ളൂ, മറ്റേതിന്റെ സ്റ്റേക്ക് അല്ലേ. അയ്യോ, +9. ഗൈസ്, എനിക്ക് പറയാനുള്ള സുബിനെ പോലെ ആവണമെന്നാണ് എല്ലാവരും. അതായത് ഫുഡ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, കോണ്ടന്റിന് വേണ്ടി നിങ്ങൾ റിസർച്ച് ചെയ്യുക. ഇപ്പം തന്നെ എത്ര പേർക്ക് അറിയാം ഇങ്ങനത്തെ ഒരു ടോപ്പ് സ്പോട്ട് ഒരു ബർഗർ ഉണ്ടെന്ന് ദുബായിൽ? അതേപോലെ ആയിരിക്കണം അല്ലേ ദുബായ്? അല്ല, ഉണ്ടാവും ഇഷ്ടംപോലെ അങ്ങനത്തെ ഫുഡീസ് ഉണ്ടാവും, പക്ഷെ അവർ വ്ളോഗ് ചെയ്യുന്നുണ്ടാവില്ല. പക്ഷെ ഇതിന്റെ വീഡിയോ ആയിട്ട് ആരും ഇട്ടേക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഞാനും കണ്ടിട്ടില്ല, ആരും വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം ദിസ് ഈസ് കമ്മിങ് ലൈവ് ഫ്രം സുബിനോളജി. അതേപോലെ ആയിരിക്കണം. അതിപ്പോൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് കോണ്ടന്റ് ഐഡിയാസ്. ഇപ്പം ഞാൻ പറയുന്നത്, ഇപ്പോൾ ടെക്കിൻ്റെ കേസിലാണ് നമ്മൾ വി ഹാവ് ടു. ഇപ്പോൾ ഞാൻ പറഞ്ഞു ഈ DJI ഈ ഒരു റിസീവർ, ഇതൊക്കെ ഞാൻ പറയും എൻ്റെ ഒരു ഇതുണ്ട്. അതായത് ടെക്കിൽ എന്തെങ്കിലും
ആർക്കും അറിയാത്തൊരു സാധനം ഞാൻ എൻ്റെ പേജിൽ ഇടും എന്നുള്ളൊരു സാധനം എനിക്കുണ്ട്. അതേപോലെ നിങ്ങൾ ഫൈൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കും. നിങ്ങളിപ്പോൾ എസ്തെറ്റിക്സ് ഷൂട്ട് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഇറങ്ങണം. ആരും വിളിച്ച് പറയണതിനെക്കാട്ടിലും നിങ്ങൾ ഇന്നൊരു സ്ഥലം കണ്ടു കഴിഞ്ഞാൽ അപ്പം നിങ്ങൾ മറ്റേ പെട്ടിയും ക്യാമറയും തൂക്കിക്കൊണ്ട് ഇറങ്ങുക. ഫോട്ടോഗ്രാഫർ ആണെങ്കിൽ നിങ്ങൾ ഫോട്ടോ എടുക്കുക ഇറങ്ങുക. വീഡിയോഗ്രാഫർ ആണെങ്കിൽ അത് ചെയ്യുക. എവറി ഡേ യു ഹാവ് ടു വർക്ക് ഓൺ യുവർ കോണ്ടന്റ്. അതാണ് എനിക്ക് പറയുള്ളത്. അല്ലാതെ എനിക്ക് റീച്ച് വേണം എന്നാൽ നമ്മൾ കൺസിസ്റ്റൻ്റ് അല്ല എന്നുള്ളെങ്കിൽ നത്തിങ് വിൽ വർക്ക് ഔട്ട് അല്ലേ? നത്തിങ്. എക്സാക്ട്. എസ്പെഷ്യലി ഇപ്പോഴത്തെ കാലത്ത്, ഇതാണ് എസ്പെഷ്യലി ഇപ്പോഴത്തെ കാലത്ത് സർവൈവ് ചെയ്യണമെങ്കിൽ ആസ് എ കോണ്ടന്റ് ക്രിയേറ്റർ you need something amazing. യെസ് ഗൈസ്, നമ്മൾ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇതാണ് സ്ഥലം, വുഡ് ഫയർ 2. അപ്പോൾ 1 അവിടെ ഇത് 2 തന്നെയാണ്. വുഡ് ഫയർ 2 എന്നാണ് ഈ കടയുടെ പേര്. Come on, let's go guys, let's have the burger of the India. Let's have the തന്നിക്കില്ലോളൂ. ഇത് എന്ത് റേറ്റിംഗ് ആയിരുന്നു സുബിനെ? ഒരു നിമിഷം ഞാൻ പേടിച്ചു പോയി. എന്ത് റേറ്റിംഗ്? അത് നോക്ക്, അത് നമുക്ക് അറ്റ്ലസ് തന്നെയാണെന്ന് തോന്നുന്നു എനിക്ക്. വലിയ സെറ്റപ്പാട്ടോ. ക്ലോക്ക് അത് മറ്റേ ഞാൻ പറഞ്ഞില്ലേ ഫൈൻ ഡൈനാന്ന് ഞാൻ ആദ്യം പറഞ്ഞില്ലേ, നിഴലിൽ വെച്ച് നോക്കണ ക്ലോക്ക് അത് അല്ലേ? അത് തന്നെ. I'll show you and sure, and it's UAE story. UAE stories. World's best burger 2025. Yeah, the ranking of the world's is managed and published by Uppercut Media House headquartered in London. അപ്പർകട്ട് മീഡിയ ഹൗസിന്റെ റേറ്റിംഗില് നമ്പർ 18th is the ദുബായ്. 11th. കണ്ട ഇതാണ് നമ്മളൊന്ന് ഇതാണ് നമ്മളൊന്ന് കഴിക്കാൻ വന്ന സ്ഥലം. ഫസ്റ്റ് ഒക്കെ ഇതാ നിങ്ങൾ വേണേ നോക്കാം. സ്പെയിൻ, ലണ്ടൻ, സ്വീഡൻ, ഡെൻമാർക്ക്, അർജന്റീന. അപ്പം ദ ബെസ്റ്റ് പാർട്ട് ഈസ് ഹലാൽ കിട്ടണമെങ്കിൽ യു എ തന്നെ വേണം. ബാക്കിയെല്ലാം ഹലാലിന്റെ ഒരു പ്രശ്നം ഉണ്ടാവും എല്ലാവർക്കും. സോ അപ്പൊ ഇവിടെ ആ പ്രശ്നമില്ല. ഇതാണ് ഗൈസ്, ഇത് ക്ലോക്ക് അല്ലേ? ഇത് നിഴല് വെച്ച് കണ്ടുപിടിക്കുന്ന ക്ലോക്കാണ് ഗൈസ്. ഇത് എങ്ങനെയാ നിഴല് വെച്ച് കണ്ടുപിടിക്കുന്നൊക്കെ ചോദിച്ചാ, ഇതിപ്പം ഞാൻ പറയാം. 1, 13, 12, 10 കറക്റ്റ് അല്ലേ? 3:35 തന്നെ അല്ലേ? 3ന്റെ അവിടെ നിഴല് വന്ന് നടക്കണ്. ഇവിടെ ഓക്കെ മനസ്സിലായി. അതെ നമുക്ക് എന്തായാലും അകത്ത് കയറാം, ആൾക്കാരെ വെറുപ്പിക്കാം. ഹായ്, മിഷലിൻ ഗൈസ്, മിഷലിൻ 2025 ഗൈസ്, മിഷലിൻ സ്റ്റാർ. മിഷലിൻ സ്റ്റാർ ആണ് പ്ലീസ്. മിഷലിൻ സ്റ്റാർ ആണ്. മിഷലിൻ സ്റ്റാർ. എന്റെ ആദ്യത്തെ മിഷലിൻ സ്റ്റാർ. ഞാൻ പറയുന്നതാ ദ വാഗ്യൂ ബർഗർ. ഇതാണ് ആ സാധനം. വാഗ്യൂ ബർഗർ. അതിൽ തന്നെ 160 and bacon jam burger and truffle burger, like three different burgers. വാഗ്യൂ ബർഗറിനാണ് നമ്പർ 1 കിട്ടിയത്. ഈ വാഗ്യൂ ബർഗർ ഇത് പ്ലെയിൻ, ഇത് ബേക്കൺ ജാം വരും അതിൻ്റെ കൂടെ, ഇത് ട്രഫിൾ. വാഗ്യൂ എല്ലാം വാഗ്യൂ തന്നെ, അതിൻ്റെ കൂടെ ഇത് ബേക്കൺ ജാം വരും. ഈ പൈസ ഇപ്പോൾ ബേക്കൺ ജാം ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ 115 ആവും. ട്രഫിൾ ആണെങ്കിൽ 160 ആവും. So I will just ask the bacon is halal or not. I mean ചിലപ്പോൾ ഇവിടെ ആയിരിക്കാം എല്ലാം അവൈലബിൾ. സോ വി ക്യാൻ ഗോ ഫോർ ബേക്കൺ ജാം ഇസ് വാട്ട് ഐ പ്രിഫർ, ബിക്കോസ് അവിടുത്തെ ട്രൈ ചെയ്യാം. ഓക്കെ, 1 വാഗ്യൂ ആൻഡ് 1 ബേക്കൺ ജാം. ഒരു വാഗ്യൂ ഒരു ബേക്കൺ ജാം രണ്ടും ട്രൈ ചെയ്യണോ? ഇത് 3 കൂടെ വെച്ചിട്ട് ഒരു 160. അല്ല അങ്ങനെയല്ല. I know if it's add on it comes to 115. Is that really right? എന്ന് വെച്ചാൽ വാഗ്യൂ ബർഗർ itself, so truffle വെച്ച് കഴിഞ്ഞാൽ you will get 160. but I would prefer bacon jam. ഈ അവാർഡ് കിട്ടിയ എന്തിനാണെന്ന് ചോദിക്കും. Okay, so you guys got the best burger award, right? If you're a first timer, first time. Your award for the best burger was for which one? The Wagyu Classic. Khalas, we'll take Wagyu Okay, Classic. that's it. Then രണ്ടെണ്ണം എടുക്കണം. അല്ല ഒന്ന് Then 1 Wagyu burger. into 2. For the burger, we always cut them out. Yeah, so we'll have 1 Wagyu burger. We just came just to try the Wagyu burger. Michelin. ഭയങ്കര കത്തിയാണ് ഗൈസ്, കുറച്ച് കത്തിയാണ് കേട്ടോ. കുറച്ചധികം കത്തിയാണ്. മിഷലിൻ സ്റ്റാർ റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ചീപ്പ് പരിപാടിയൊന്നും കിട്ടില്ല. പക്ഷേ മലേഷ്യയിൽ ഒരുപാട് മിഷലിൻ സ്റ്റാർ ഉണ്ട്, വില കുറഞ്ഞിട്ടുള്ള. മലേഷ്യയിലും അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളിൽ ഇത് മിഷലിൻ സ്റ്റാർ കിട്ടാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ്, പക്ഷേ മെയിൻറ്റെയിൻ ചെയ്യണം വലിയ പണിയാണ്. ഇറ്റ്സ് വെരി എക്സ്പെൻസീവ്. എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ. ബ്ലാക്ക് റിബ്സ്, സ്മോക്ഡ് വുഡ് ഫയർ ചിക്കൻ, അതൊക്കെ സൂപ്പറാണെന്ന് കേട്ടോ. വേണോ? സ്മോക്ഡ് റാബിറ്റ്, ഫയർ പോട്ട്, ലാം ഷാക്സ്. ഇത് കിട്ടില്ല സാധനം കേട്ടോ ഇവിടെ.
നമുക്കൊരു ദിവസം ഒരു പരിപാടിക്ക് തന്നെ ഇവിടെ വരാം അല്ലേ? റിബൈ ഒക്കെ ട്രൈ ചെയ്യാം. മറ്റേ സൂട്ടും കോട്ട ഇട്ടുകൊണ്ട് വന്ന് കഴിക്കാന്ന് നമുക്ക് ഇവിടെ പിടിക്കായിരുന്നു. ഡക്ക് ക്രിസ്പി ഡക്ക് ലെഗ്, ക്രിസ്പി ഡക്ക് ലെഗ്, ഞാനൊരു പ്രാവശ്യം ലാം ചോപ്സ്. അന്ന് ഇവിടുത്തെ ലാം ചോപ്സ് കഴിക്കണം. 247. അതായത് മറ്റവിടെ നമുക്കൊരു പാർട്ടി ചെയ്യാം ലാം ചോപ്സിന്റെ. വന്നു ഗൈസ്, ദാറ്റ്സ് ദ വേൾഡ്സ്. ഇതാണ് ബർഗർ. ഓ നമ്മുടെ മൈക്ക് ഗൈസ്, ഇതാണ് ബർഗർ കേട്ടോ. ഇനി കണ്ടില്ലെന്ന് പറയരുത്. ദിസ് ഈസ് ദ ഐറ്റം, ദ വാഗ്യൂ വേൾഡ്സ് ബെസ്റ്റ് ബർഗർ ലിസ്റ്റിൽ 2025 ലിസ്റ്റ് നമ്പർ 18. നമ്പർ 18. ഇതാണ് സാധനം. ആക്ച്വലി മിഡിൽ ഈസ്റ്റിന് ഒന്ന് മാത്രമേ ഉള്ളൂ, ദാറ്റ് ഇസ് ആകെ മിഡിൽ, അതും ദുബായിൽ. ദുബായ്. സോ നിങ്ങൾക്കത് കഴിക്കണമെന്നുണ്ടെങ്കിൽ മാടിക്കൊണ്ടേ. ഈ ഒന്നാമത്തെ കാര്യം, നമ്മൾ കൊടുക്കുന്ന എമൗണ്ടിന് ഇത് വളരെ ചെറുതാണ്. ഈ സൈഡ് എടുക്കും. മോനെ, The world's best burger in UAE. Bismillah. Guys, this is one of the world's best burger in the first 20 list. 18 they fall in a Michelin star restaurant in UAE. So Bismillah. Oh my god, man. Oh man. Oh. Just nothing to say, man. This is one of the best burgers I've had. Man, It's juicy, cheesy. It's meaty. Guys, എന്ത് സോസാ അത്, സൂപ്പർ. ഇങ്ങനെയുള്ള ബർഗേഴ്സ് ഇത്ര എക്സ്പെൻസീവ് ആകും കേട്ടോ. ഇത് ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ മാൻ, വാട്ട് ആ ക്വാളിറ്റി. കിട്ടില്ല. ഞാൻ ഭയങ്കര ബർഗർ ഫാനാണ്. ഞാൻ പല ബർഗേഴ്സും ഞാൻ എക്സ്പ്ലോർ ചെയ്യാറുണ്ട് ഇഷ്ടംപോലെ. ക്വാളിറ്റി. ആ പെപ്രിക്കോൺസ് ഇല്ലേ, നമ്മൾ നമ്മൾ ക്രഷ് ചെയ്തിട്ടില്ലേ, അതൊക്കെ കറക്റ്റ് കടി കിട്ടുന്നുണ്ട്. വുഡ് ഫയർ ഒരു 60 dirhams ഒക്കെ ആക്കുകയാണെങ്കിൽ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം എന്തായാലും വരാം. ഭയങ്കര വില കേട്ടോ. 115 dirham അല്ലേ? ഞാൻ ലൈക്ക് 95, 115 and 160. നമ്മൾ നോർമൽ ക്ലാസിക് വാഗ്യൂ ആണ് ഇപ്പോൾ കഴിച്ചത്. ആൻഡ് ഇറ്റ് കംസ് ടു $95. ഫാറ്റിനുള്ള ഇട്ടിട്ട് വീണേ. Guys, I am not done with this burger, so we are going to another place where we can afford some good burgers too. ഇതൊക്കെ ചില സാധനം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്താലേ മനസ്സിലാവുള്ളൂ. സെയിം വേ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കഴിഞ്ഞ ആഴ്ച കഴിച്ച സ്റ്റേക്ക് 9+ വാഗ്യൂ ബീഫ് തന്നെ, അല്ല ആംഗസ് ബീഫാണ് നമ്മൾ ഏതായിരുന്നു കഴിച്ചത്? എന്തോ സാധനം 9 അല്ല വാഗ്യൂ ബീഫ് തന്നെ 9+ ഗ്രേഡ് ആണ് നമ്മൾ കഴിച്ചത്. ഇത് വലിയ വില കൊടുത്ത് മേടിച്ച ജ്യൂസ്. One question, the wagyu you provided, what grade is it for the burger? The wagyu grade? It was 9, sir. Oh my god, again 9+. That's why, yeah. That was smart. So we do well done Venice because our meat is smart. No, it's good. Oh, Michelin star എന്തോന്ന് ഇട്ടേക്കണമെന്ന് എനിക്ക് മനസ്സിലാവില്ല. this is a Michelin star restaurant also. എന്താ ഇതിൽ ഇട്ടേക്കണ? അതുപോലെ കയ്പുണ്ട്. വെച്ചോ? അതല്ല, അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിത്തട്ടി. ഇത് എന്തോ കയ്പുണ്ട്. ജിഞ്ചറിൻ്റെ കയ്പ്, ലെമൺ ഗ്രാസ് ഉണ്ട്, നല്ല രസമുണ്ട്. അതിൻ്റെ കയ്പാണ്. We came to have the burger എന്താണെങ്കിലും and we are coming back. ഇവിടുത്തെ ക്രിസ്പി ഡക്ക് ലെഗും definitely coming back. സ്റ്റേക്കും നമ്മളെല്ലാം കഴിക്കും. ഡെഫിനറ്റ്ലി നമ്മൾ ഒരു നല്ലൊരു സന്ദർഭം ഇവിടെ ഇരുന്ന് ആഘോഷിക്കാം. യെസ്, വെരി സൂൺ. ഈ സമയത്ത് തന്നെ വരാം കേട്ടോ. ഇതാകുമ്പോൾ വലിയ ജനമില്ല. വീക്ക് ഡേ. സമാധാനമായിട്ട് Thank you. താങ്ക് യു സോ മച്ച്. സൂപ്പർ. No words. We are coming back again. യെസ്. And you guys got the world's 101 best steak restaurants. So we have to try the steaks also. So they have won the best steaks. They have won the best burger.
റിയൽമി GT 8 Pro വെച്ച് ഫോട്ടോ എടുക്കുന്ന സിനാൻ. ഇതിന് എത്ര റേറ്റിംഗ് കൊടുക്കും നമ്മുടെ അയ്യോ 10 ഇന്ന് കഴിച്ച 10 out of 10. ഞാൻ പറഞ്ഞത് 20 10ല് 20 കൊടുക്കണമെന്നാ. സ്വർഗല്ലേ ഫസ്റ്റ് ബൈറ്റിൽ തന്നെ ഞാൻ എന്തായിരുന്നു ടേസ്റ്റ്. ഞാൻ പറയും ഇത് എനിക്കത് ഇങ്ങനെ പറഞ്ഞു തരണോന്ന് അറിയാം. ഇറ്റ്സ് സോ ഗുഡ്. ചില കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ മനസ്സിലാവൂ. വേറെ ഒരു ഓപ്ഷനും ഇല്ല. യു ഹാവ് ടു എക്സ്പീരിയൻസ് ഇറ്റ്. ആൻഡ് UAE ദുബായ് ഇസ് ദ ബെസ്റ്റ് പ്ലേസ്. എല്ലാം ഇവിടെ ഉണ്ട്. ആകെ ഉള്ളൊരു ഇതെന്ന് പറഞ്ഞാൽ എക്സ്പെൻസീവ് ആണ്. ഇച്ചിരി കാശ് കയ്യിൽ വേണം. പക്ഷേ എക്സ്പീരിയൻസ് ഇതൊരു 60 ആയിരുന്നെങ്കിൽ ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു. സത്യം ഞാൻ വീണ്ടും വരും. ഞാൻ ഒന്നും കൂടെ ഓർഡർ ചെയ്തു. ഞാനൊന്നും കൂടെ ഓർഡർ ചെയ്തു. 95 ഇപ്പൊ മറ്റതും കൂടെ വെച്ചാൽ അങ്ങനെ ആയിരിക്കും. ഏത് അത് പുള്ളി ട്രൈ ചെയ്യണ്ടെന്ന് പറഞ്ഞു. ഫസ്റ്റ് ടൈമർ അത് ട്രൈ ചെയ്യണ്ടെന്ന് തന്നെ പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ അടുത്ത സ്ഥലത്ത് പോകാൻ കുറച്ചുകൂടെ ബഡ്ജറ്റ് ഓറിയന്റഡ് ആയ സ്ഥലം. ബഡ്ജറ്റ് ഫ്രണ്ട്ലി. അങ്ങനെ നമ്മൾ അടുത്ത സ്ഥലത്ത് പോവുകയാണ്. സത്വര സൈഡ് അടുത്ത് തന്നെ. സത്വര അടുത്ത് തന്നെ. എനിക്ക് ഇത് 9+ ഗ്രേഡ് ആണ്. നമ്മൾ കഴിഞ്ഞ മറ്റേ ദുബായ് മോളിൽ പോയി കഴിച്ച സ്റ്റേക്കിന്റെ സെയിം മീറ്റ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തത്. ഞാൻ ഈ ബർഗർ ഓർഡർ ചെയ്തപ്പോഴേ ഞാൻ വിചാരിച്ചത് ഇത്ര വലിയ ബർഗർ ആയിരിക്കുമെന്ന്. ഈ ലോകത്തുള്ള എല്ലാ സാധനവും വെച്ച് വന്നപ്പോ കണ്ട നമ്മുടെ സാധാ മെക്ഡൊണാൾഡ്സിലൊക്കെ കിട്ടണ പോലത്തെ ഡബിൾ ചീസ് ബർഗറിന്റെ സെയിം. അപ്പൊ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഒരുപാട് എല്ലാം വെക്കണേനെയും കാട്ടിലും എത്രത്തോളം സിമ്പിൾ ആൻഡ് പ്രിസൈസ് ആയിരുന്നു അത്രയും നല്ലത്. വെരി സിമ്പിൾ സാധനം. സോസ് സാലഡ് ഒന്നും ഇല്ല. ഒരു വറുത്ത ഉള്ളി പോലും ഇല്ല. നത്തിങ്. നോ കാരമലൈസ്ഡ് ഓണിയൻസ്, നത്തിങ്. കാരമലൈസ്ഡ് ഓണിയൻ പോലും ഇല്ല. ചീസ് ബർഗർ, that wagyu, that beef smashed. boom. എന്തോ ഒരു സോസ്. തക്കാളി ഇല്ല, കുക്കുംബർ ഇല്ല, കത്തിരിക്ക ഇല്ല, ഒന്നുമില്ല. ഗൈസ് അടുത്ത കട എത്തിയിരിക്കുകയാണ്. ഷെഫിന്റെ സ്മോക്ക് ഹൗസ്. Yes, chef's smoke house. അറബി. How are you, man? ഗൈസ് ഇതാണ് നമ്മുടെ Long time. ഷെഫ്സ് No see. സ്മോക്ക്ഡ് ബ്രിസ്ക്കറ്റ്. നല്ല രസമുള്ള ഒരു സ്ഥലം കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെടുന്നു. നടുക്ക് ഒരു കിണറൊക്കെ ഉണ്ട് ഗൈസ് നടുക്ക്. അങ്ങനെ നമ്മൾ ഒരു ബർഗർ അല്ല 2 ബർഗറും ഒരു ബിസ്ക്കറ്റും മേടിച്ചപ്പോൾ തന്നെ 200 ദിർഹം എന്തോ ആയി. അതായത് ഒരു ബർഗറിന് ഇവിടുത്തെ പ്രൈസ് 35 ദിർഹമാണ്. 35 ദിർഹം അല്ലേ? 32 dirhams. ക്ലാസിക് ബർഗർ, വാഗ്യൂ ബർഗർ. അത് ഗ്രേഡ് കുറവായിരിക്കും. ഒബ്വിയസ്ലി മറ്റേത് 9 ആണ്, ഇത് ഫസ്റ്റ് ഗ്രേഡ് അല്ലായിരിക്കും. അല്ല, ഒരു 4 ആയിരിക്കാം. Let me just ask. A grade ആണ്, but they don't know which one. Oh, this also looks so good. The classic beef burger. This is the classic beef burger. Man, it also looks so good. Smells so good, by the way. Nice കേട്ടോ. പൊക്കട്ടാ. Oh, yum. നമ്മുടെ സാധനം here. ബ്രിസ്ക്കറ്റും വന്ന് ഗൈസ്. അതാണ് ബീഫ് ബ്രിസ്ക്കറ്റും. കട്ട് ചെയ്യുന്നതാ. Oh my god. Nice, man. Oh, that's so cool, man. Yeah, why not? അത് അത്രയും സ്മൂത്ത് ആണ്. Wow. Wagyu with jam. This is basic. Without jam. Burger spot which is very budget friendly. നോക്കിയേ. എന്തോന്നത് ജ്യൂസ് ഇങ്ങനെ എള്ളവണോ. വെരി ഗുഡ്. പക്ഷെ മറ്റേത് ഭയങ്കര ഇനിയും ജ്യൂസ് ചെയ്യായിരുന്നു അല്ലേ? ബണ്ണ് കുറച്ച് സ്വീറ്റ് ആണ്. Wow. So nice, man. So good. This is barbecue sauce. 4 സോസ് അല്ലേ? Yeah. നീ മുക്കി അടിക്കണോ? ബ്രിസ്ക്കറ്റ്സ് അപ്പ് ടു യു. ആദ്യം നിങ്ങൾ വെറുതെ ബ്രിസ്ക്കറ്റ് അടിച്ചു നോക്കും. വിത്തൗട്ട് എനിത്തിങ്. ബ്രിസ്ക്കറ്റ് അയ്യോ. Look at this, guys. ബിസ്ക്കറ്റ്
അത് ഇതാ ബാ ബിസ്ക്കറ്റ് ഇതാ. ഓ ഇതാ. And if you would like, what I would suggest you is take some sauce on the biscuit. How's the biscuit? നല്ലത്. ചെറി സോസ് ഓ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സോസാണ്. എടാ എന്തൊരു ടെൻഡർ എടേ ഇത്. ഓ ഇങ്ങനെയാണ് ചെറി ബർഗർ. വാഗ്യൂ ചെറി ബാഗ് ചെറിയ ചെറി സോസ് ഉണ്ട്. അവരുടെ ഒരു ഫേവറേറ്റ് ഇതാണ്. ഇതാ വാഗ്യൂ ചെറി സോസ്. വാഗ്യൂ ബർഗർ വിത്ത് ചെറി സോസ്. യെസ്. ഓ ഓ ഓ guys, no offense, we cannot compare a 95-80 burger with a 30-80. But still it is worth the money. ഇത് കുറച്ചും കൂടെ ഒരു ഹെവി ഫീലിംഗ് ഉണ്ട്. മറ്റേ ഐ തിങ്ക് വി കൻ ഈറ്റ് ടു ഈസി. Easy. അതാണ് അതിൻ്റെ ഡിഫറൻസ് അടേ. അതുകൊണ്ടായിരിക്കും അവർ അത്ര എക്സ്പെൻസീവ് ആക്കിയത് മേ ബി. No, it's 9+. No, Wagyu 9+ grade is like where? My God, I think kilo അതിൻ്റെ പ്രൈസ് തന്നെ മിക്കവാറും 250 dirhams ഒക്കെ ഉണ്ടാവും. എനിക്ക് ഇവിടുത്തെ ബ്രിസ്ക്കറ്റ് പക്ഷേ അടിപൊളിയല്ലേ? ബിസ്ക്കറ്റ് കീടു. ഇത് ഇങ്ങനെയാണ് സ്മാഷ്ഡ് ബർഗർ ഉണ്ടാക്കുന്നത് കേട്ടോ. ഇത് രസമായിട്ട് ഉണ്ടാക്കുന്നതൊക്കെയാണ്. നല്ല മണം. ഞാൻ കഴിച്ചല്ലേ ഉള്ളൂ. ഗുഡ് ജോബ്. നല്ലായിരുന്നു കേട്ടോ. മീൻസ് വെരി അഫോർഡബിൾ. ഞാനോ വെരി അഫോർഡബിൾ. നല്ല ടേസ്റ്റ്. 170 dirhamsന് നമ്മൾ ഇവിടുന്ന് വയറ് ഫുള്ളായി. അവിടെ പോയാൽ മതിയായിരുന്നു. അപ്പം അതിന് ടേസ്റ്റ് കിട്ടൂല. എല്ലാം നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത് രണ്ടാമത് കഴിച്ചാൽ മതിയായിരുന്നു, അത് ഒന്നാമത് കഴിച്ചാൽ മതിയായിരുന്നു ഒക്കെ തോന്നും. ബട്ട് വെരി നൈസ്. നമ്മൾ അത് കഴിച്ചിട്ടുള്ള ഭ്രാന്തുള്ള വിശപ്പും എല്ലാം തീർക്കാൻ വേണ്ടി ഓടി ഇവിടെ വന്നോണ്ട് കുഴപ്പമില്ല. ബട്ട് നല്ല ഫുഡായിരുന്നു. നല്ല ക്വാണ്ടിറ്റി. എനിക്കോട് ആ ഒരു ബോക്സ് മാത്രം മതി ആ ബർഗറും. നിങ്ങൾ ആ ഒരു ബർഗർ മാറ്റി വെച്ചാൽ ലൈക്ക് ലീവ് ദാറ്റ് ബർഗർ. ഇറ്റ്സ് എൻ എക്സ്പീരിയൻസ്. ലൈക്ക് നമ്മൾ എല്ലാ ദിവസവും പോയി കഴിക്കാം. പക്ഷേ എല്ലാ ദിവസവും ഒരു ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഫാമിലി ആയിട്ട് വന്ന് കഴിക്കേണ്ട സ്പോട്ട് ഐ വുഡ് ഓൾവേസ് പ്രിഫർ ദിസ് വൺ. ഷെഫ്സ് സ്മോക്ക് ഹൗസ് അൽബാദിയ ജുമേറ സൈഡ്. അതെ, സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ. ഇല്ല ഞാൻ സത്യം മാത്രമേ ബോധിപ്പിക്കത്തുള്ളൂ. ശരി, ഓക്കെ ഗൈസ്, നമ്മൾ മറ്റേ വൈറൽ ചീസ് കേക്ക് കഴിക്കാൻ ബാംഗ്ലൂരിൽ എത്തിയിരിക്കുകയാണ്, ദുബൈയിൽ. ഇത് സത്വയിലാണ് ഈ പരിപാടി. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും കട എവിടെയാണെന്നൊരു പിടിയില്ലല്ലോ. നല്ല രസമുണ്ട്. നല്ലൊരു സായന സന്ധ്യ. ഇതെവിടെയാണ് കടയെന്നാണ് നമ്മളിപ്പോൾ നോക്കണത്. മേരി അദൂരി ഗൈസ്. ഇത് തന്നെ ഗൈസ്, മേരി പാസ് പേസ്ട്രി. മേരി കെ പാസ് ജാ രഹാ ഹൂം. കണ്ട സാധനം ഇരിക്കണ കണ്ട മോനെ. അടുത്ത ഹലഹലക്ക് നമ്മൾ പോകുന്നുണ്ട്. എടുക്കുകയാണ് നമ്മൾ. We are taking this. Brother, can we have one? Can we have one? Cheesecake. എടുത്തോ. Yeah. How will we eat then, brother? Oh my God, finally. Yeah, we'll have it. അവൻ വെറുതെ ഒന്ന് ഫ്രീ ഒന്ന് നമുക്ക് സാധനം മേടിച്ചു. അവൻ വെറുതെ ഒന്ന് ഫ്രീ ഒന്ന് ഫ്രീയാ. വീഡിയോ എടുക്കുന്നുണ്ടായിരിക്കാം. ഗൈസ്, മേരി പ്യാസ്. തറവാടി ചീസ് മണം. Guys, now we are going to try the viral cheesecake from Mary's Mariappa pastry. മേരി പാസ്. ഇത് ഭയങ്കര ഫ്ലഫി അടേ. Cheers. Bismillah. എന്റെ അമ്മേ, ഇത് ഞാൻ തരൂലാട്ടാ. Man, it's too good. കിട്ടില്ല. It's too good, man. I'm not saying ഇത് എന്താ സാധനം ഒന്നും മനസ്സിലാവുന്നില്ല. ഭയങ്കര ദ സ്പോഞ്ച് ചീസ് കേക്ക്, സ്പോഞ്ച് കേക്ക്
Just look at this. അലിഞ്ഞു. വാനില സ്പോഞ്ച് കേക്ക് അല്ലേ? അല്ലേ? I think, yeah. വാനില. പക്ഷെ വാനില അല്ല. ഇതൊരു ടേസ്റ്റ് നീ കഴിച്ചോടാ. കഴിച്ചോ. Oh, this cake is too. What is this? What is this? Is it vanilla? തലഭാഗത്ത് വഴിയൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഓ എങ്ങനെയുണ്ടാ? സൂപ്പർ അല്ലേ? ഓ കിടിലൻ എന്ന് പറഞ്ഞാൽ കിടുകിടിലൻ. ഇത് പോസ്റ്റ്. ബൈ ദ വേ ഇത് ഷാർജ, ഫുജൈറ, ദുബൈ, പിന്നെ എവിടെ അജ്മാൻ റാസൽ കൈമ. അജ്മാനിലും റാസൽ കൈമലും ഇല്ല, ഇവിടെയൊക്കെ ഉണ്ട്. അല്ല റാസൽ കൈമ ഉണ്ട്, അജ്മാൻ ഇല്ല. അങ്ങനെ എന്തോ പറഞ്ഞു. എന്തോ എന്താ നിങ്ങൾ കണ്ടുപിടിച്ച ഗൂഗിൾ അടിച്ച് നിങ്ങൾക്ക് കിട്ടും. ഗൈസ് കടയുടെ പേര് ഞാൻ മറന്നുപോയി. നൂറൽ ഊദ്. ഹോം മെയ്ഡ് കരാമ ഹോം മെയ്ഡ് റെസ്റ്റോറൻറ്റ് തൊട്ടപ്പുറത്തുള്ള നൂറൽ ഊദിലാണ് ഞാൻ നിൽക്കുന്നത്. എനിക്ക് ഇവിടുത്തെ ഒരു ഫ്രേഗ്രൻസ് ഭയാനകമായി ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് ഭയങ്കര വെറൈറ്റി ആയിട്ടുണ്ട്. അതായത് ഇതിൻ്റെ പേരെന്തായിരുന്നു ഒന്നുകൂടെ പറഞ്ഞേ? മൗജത്ത്. ദിസ് ഈസ് വെരി യുണീക്ക്, വെരി ഡിഫറെൻറ്റ്. പക്ഷെ ഇത് കൊള്ളാം. എടുത്ത് ഇത്തിരി നല്ല രസമുണ്ട്, ഒരു വെറൈറ്റി ഐറ്റം. എനിക്കിത് ഇഷ്ടപ്പെട്ടു. 2 ദിവസം ഡ്രസ്സിൽ ലത്താനി ലത്താനിയ ഇത് കിട്ടും. ഞാൻ നോക്കട്ടെ ഗൈസ്. ഞാനും ഒരെണ്ണം എടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. എന്താണെങ്കിൽ നൂറൽ ഊദ്. ഇത് അവരെ ബ്രാൻഡാണ് കേട്ടോ, നൂറൽ ഊദിന്റെ. സോ യാ check it out guys. This is custard halala എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിരിക്കുകയാണ് to have ഹല. നമ്മൾ കഴിച്ചിട്ട് ഇതോടങ്ങ് തീർക്കും. ചായ കുടിച്ചിട്ട് പിരിയാലോ? Yeah, no problem. You can tell me. You can just tell me. ചായ വികാരമുണ്ടാ? Why you like this? ചായ കുടിക്കാൻ പറ്റില്ല. നമ്മൾ ചായയും കുടിച്ചിട്ട് നമ്മൾ പിരിയും ഗൈസ്. ദിസ് ഇസ് ദ ലാസ്റ്റ് സ്പോട്ട്. ദിസ് ഇസ് എ വെറൈറ്റി സ്പോട്ട്. ഇവിടെ എല്ലാവരും അതാണ് കുടിക്കുന്നത്. ഇവിടെ എല്ലാവരും അതാട്ടോ കുടിക്കുന്നത്. അതന്നെ ഹലോ ഗൈസ്. നമ്മൾ ഇത് കഴിക്കാനാണ് ഹലോ സ്മോളും ഹലോ ബിഗും. എത്ര ഹലോ പറയുന്നത് അതിനനുസരിച്ച് പൈസ കൂടും ഇല്ലേ? അപ്പോൾ നമുക്ക് അതിന്റെ ഹിസ്റ്ററിയെ കുറിച്ച് വേണമെങ്കിൽ നമുക്ക് കുറച്ചൊന്ന് വായിച്ചു നോക്കാം. ഹിസ്റ്ററി ഒക്കെ ആണ്. യെസ്. ഹലോ ഹിസ്റ്ററി ഇസ് എ ഫ്യൂഷൻ ഓഫ് ജാപ്പനീസ്, സ്പാനിഷ് ആൻഡ് അമേരിക്കൻ ഇൻഫ്ലുവൻസസ് ഓൺ ഡിസ്റ്റിങ്ക്ട്ലി ഫിലിപ്പിനോ ഫൗണ്ടേഷൻ. ഫലൂഡ. യെസ്, അവരെ ഫലൂഡ. യെസ്, ഹലോ. ഓക്കേ. ഹലോ. ലാലേട്ടനാണല്ലോ ചരിഞ്ഞിരിക്കുന്നത്. One more spoon please. 2 more spoons. എങ്ങനെയുണ്ട്? ഇതെന്ന് വെച്ചാൽ എന്താണെന്നറിയോ? ഇതാണ് ജാപ്പനീസ് സ്പാനിഷ് ഇൻഫ്ലുവൻസോട് കൂടി ഫിലിപ്പീൻസിലുണ്ടായ ഒരു ഫലൂദ. ഷോപ്പിന്റെ മുമ്പിൽ നിന്നിട്ട് നമുക്ക് മറ്റേത് പറയുന്നത് അടുത്ത ട്രെൻഡിങ് ആയ അതും കൂടി നോക്കാം. രണ്ടും മിക്സ് ചെയ്തിട്ട് ഒരു വീഡിയോ ഇതാണ് കേട്ടോ. വേണമെങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ പറയാലോ, അടുത്തൊരു ട്രെൻഡിങ് ഐറ്റം കൂടിയും സത്വ തന്നെ ഉണ്ട്. ഓഹോ, പേർപ്പിൾ ആയില്ലേ? പച്ച കളറ് പേർപ്പിൾ. അത് കിസ്മിസ് അല്ല, ജെല്ലി മറ്റേ ജെല്ലി. ഓ വെരി നൈസ് കസ്റ്റർഡ് കേട്ടോ. നല്ല കസ്റ്റർഡ് കണ്ടാലും അറിയാം. ഇത് ബ്രെയിൻ ഫ്രീസ് ആവും കേട്ടോ. ഓ 100%. എന്നുവെച്ചാൽ ഒരു കഷ്ണം കസ്റ്റർഡ് എടുക്കുക, ലേശം ഇത് മിക്സ് ചെയ്യുക. ബ്രെയിൻ ഫ്രീസ് ഉറപ്പ്. ഇന്നത്തെ എന്തൊക്കെയോ സാധനം ഉണ്ട് കേട്ടോ. പംകിൻ ഉണ്ട്. ഇതാരാ? റിഫ്രഷിംഗ് സാധനം. നല്ല ചൂട് സമയത്ത് കുടിക്കാൻ പറ്റിയ സാധനം. ഞാൻ കഴിച്ചോണ്ട് തോന്നുന്നുണ്ട്. ആ കസ്റ്റർഡ് ഉണ്ടല്ലോ, യൂഷ്വലി നമ്മുടെ കസ്റ്റർഡ് ഭയങ്കര സ്ലൈമി ആയിരിക്കും. ഇത് സ്ലൈമി അല്ല, ഇത് കുറച്ച് ഉറപ്പുണ്ട്, ഒരു ക്രീമി ടെക്സ്ചറും ഉണ്ട്. നല്ല രസമുണ്ട് കസ്റ്റർഡ്. ആക്കിയെന്ന് എനിക്കറിയില്ല. ചൂട് സമയത്ത് കഴിക്കാൻ പറ്റിയ ഐറ്റം. എന്ത് രൂപയാണെങ്കിലും കൊള്ളാം. നമ്മളെല്ലാ വിവരങ്ങളും അറിഞ്ഞ് ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ പച്ച ഊബയാണ്. ഊബ എന്താ? ഊബ വെജിറ്റബിൾ എല്ലാം സെർച്ച് ചെയ്ത് നോക്കോ, എല്ലാവർക്കും കാണാം. സ്വീറ്റ് പൊട്ടേറ്റോ ഇതാ. സ്വീറ്റ് പൊട്ടേറ്റോ, സ്വീറ്റ് മെലൺ. ഇതിൻ്റെ അകത്തൊരു അനകിയ ശേഖരം തന്നെ ഉണ്ട്. നല്ല ന്യൂട്രിയൻസ്. സാഗോ നല്ല ഹെൽത്തി ഡ്രിങ്ക് ആണ്. ജിമ്മിൽ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഇവിടെ വന്ന് ഹലോ എന്ന് പറഞ്ഞാൽ മതി. അതെ,
സാധനം കൊള്ളാം കേട്ടോ, നല്ല ടേസ്റ്റ്, നല്ല കുറച്ച് ആ തണുപ്പില്ലേ അതൊന്നും കുറയണ വരെ ഒന്ന് വെയിറ്റ് ചെയ്താൽ നൈസാണ്, നല്ല റിഫ്രഷിങ് ഡ്രിങ്ക്. ആൻഡ് മിൽക്ക് യു ആഡ്. അടിപൊളി. ഞാനിത് കുറച്ച് ദിവസം സേവ് ചെയ്ത് വെച്ചതാണ്. ഞാൻ വിചാരിച്ചു സത്വേൽ വരുന്ന സ്ഥിതിക്ക് നമുക്ക് ഇതും കൂടി ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് തീർക്കാം. നീ ഇനി ഇങ്ങോട്ട് വരണ്ടല്ലോ. ഇനി ഇങ്ങോട്ട് വരാൻ പറ്റില്ല, ഇവിടെ പണിയാണ്. തിരിച്ചു പോകുമ്പോൾ ഒരു ഭൂതാ പോലെ ട്രാഫിക് ഇപ്പൊ കാണാം. യാ എന്ന് പറഞ്ഞ് നമ്മൾ ഇവിടെ നിർത്തുകയാണ് ഗൈസ്. സോ അടുത്ത പുതിയ ക്യുസീനുമായി ഉടൻ വരുന്നതായിരിക്കും. യാ.